ഷിയോക്കൊക്കെ വഴി പോകാൻ പറ്റുവാണെങ്കിൽ ഞാൻ പറയാം വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഷിയോക്ക് റൂട്ട്. കാരണം അങ്ങനെ നമ്മുടെ പാങ് നുബ്രയിലെ ദിവസം നമ്മൾ അടിച്ചു പൊളിച്ച് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് പാങ്കോങ്ങിലേക്കാണ്. നമുക്ക് പാങ്കോങ്ങിലേക്ക് പോകാൻ 2 ഓപ്ഷനാണ് ഉള്ളത് ഫ്രം നുബ്ര. അതിൽ ഏറ്റവും റിസ്കി, അഡ്വഞ്ചറസ് ആൻഡ് അഡ്രിനാലിൻ റഷ് ചെയ്യുന്ന റൂട്ടാണ് ഷിയോക്ക്. പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ റൂട്ട് പലപ്പോഴും ക്ലോസ് ചെയ്യാറുണ്ട്. വെച്ചാൽ പല സമയങ്ങളിലും ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള റൂട്ടാണ് ഷിയോക്ക്. അങ്ങനെ ഷിയോക്ക് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് പിന്നെയുള്ള ഓപ്ഷൻ തിരിച്ച് ലേല് വന്നിട്ട് കാറൂല് പോയി കാറൂന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചങ്ലങ്ല പാസ് വഴി നേരെ ദുർബുക്ക് എന്ന സ്ഥലത്ത് പോയി ഇറങ്ങണം. ആക്ച്വലി ഷിയോക്കിൽ നിന്ന് വരികയാണെങ്കിലും ഷിയോക്കിൽ നിന്ന് യാത്രയാണെങ്കിലും നമ്മൾ വന്ന് എൻഡ് ചെയ്യുന്നത് ദുർബുക്കിലാണ്. ദുർബുക്കാണ് നമ്മൾ അടുത്ത ഒരു മെയിൻ ഹബ്ബ് എന്ന് പറയുന്നത്. ഈ യാത്രയിൽ നമുക്ക് പാങ്കോങ്ങിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നല്ല ഫുഡ് എന്തെങ്കിലും കിട്ടുന്ന ഒരു സ്ഥലമാണ് ദുർബുക്ക്. അതുപോലെ ഇന്ത്യൻ ആർമിയുടെ മെയിൻ ഒരു കണ്ടോൺമെന്റ് ആണ് ഈ റീജിയൻ. നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാം ലൈൻ ഓഫ് കൺട്രോളും ഏരിയ ആണ്, LOC ആണ്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ആർമി ക്യാമ്പുകളുണ്ട്. അതിൽ തന്നെ അത്യാവശ്യം വലിയൊരു ആർമി റീജിയൻ ആണ് ഈ ദുർബുക്ക് എന്ന് പറയുന്നത്. ഷിയോക്കൊക്കെ വഴി പോകാൻ പറ്റുവാണെങ്കിൽ ഞാൻ പറയാം വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഷിയോക്ക് റൂട്ട്. കാരണം ഞാൻ ഓരോ തവണ പോയപ്പോഴും എനിക്ക് ഷിയോക്കിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരുപാട് തവണ തെന്നി അടിച്ച് വീണ് മൂടും കുത്തി വീണിട്ടുണ്ട്. ചില സമയത്ത് ഫ്ലഡ് കാരണം ജീവൻ പോകുമെന്ന് പേടിച്ചിട്ടുണ്ട്. അങ്ങനെ പലതും സംഭവിക്കാം. അത് ഞാൻ പറഞ്ഞേ, ഈ റൂട്ടിൽ നമുക്കൊരു ഐറ്റ്നറി സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഈ ഐറ്റ്നറി എന്തായാലും നടക്കും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് എനിത്തിങ് ക്യാൻ ഹാപ്പൻ. കാരണം ടെറൈൻ അങ്ങനെയാണ്.